ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ റൈസ് റെസിപ്പിയാണ്. ഇത് തേങ്ങാച്ചോറാണ്. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്ന ഒരു ഡിഷാണിത്. ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ നിറയെ ലഞ്ച് റെസിപ്പീസ്, റൈസ് റെസിപ്പീസ്, കേരള ലഞ്ച് മെനൂസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു മസാലയാണ്. അതിനായിട്ട് ഞാനിവിടെ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, പിന്നെ മല്ലി ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് തണുപ്പിച്ച് തരിതരിയായിട്ട് പൊടിച്ച് മാറ്റി വെക്കണം. ഇനി ഒരു കുക്കർ ഹൈ ഫ്ലെയിമിൽ ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നേരിയതായിട്ട് അരിഞ്ഞ സവാളയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് കളർ മാറുന്ന വരെ, ലൈറ്റായിട്ടൊന്ന് കുക്കായി കളർ മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സവാളയൊക്കെ വഴന്ന് വരുമ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്ത മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. തരിതരിയായിട്ട് തന്നെ പൊടിക്കാൻ ശ്രദ്ധിക്കണം, വല്ലാണ്ട് സ്മൂത്ത് ആക്കരുത്. ഇനി ഈ മസാല ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി മസാലയൊക്കെ നന്നായി വഴന്ന് വന്നിട്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1 പാലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ തേങ്ങാപ്പാലിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തത്. നോർമൽ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുള്ള ജീരകശാല അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജീരകശാല അരി തന്നെ ഉപയോഗിക്കണം ഈ റെസിപ്പിക്ക്, എന്നാലേ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് ഒരു ചെറിയ തിള വരുമ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് പ്രഷർ കുക്ക് ചെയ്യണം. ഒരു 2 വിസിലിന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയാവും. അപ്പോൾ ഇത് വെറും സാലഡിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഏത് സൈഡ് ഡിഷിൻ്റെ കൂടെയോ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.